അമ്മ പോയപ്പോൾ അമ്മമ്മയുടെ ഫോൺ എടുത്തല്ലേ? ഹലോ, വെൽക്കം ബാക്ക് ടു 3D ഫാമിലി. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നല്ലോ അല്ലേ? നമ്മളിവിടെ സുഖമായിട്ടൊക്കെ ഇരിക്കുന്നു. എൻ്റെ പേര് ദീപ്തി ദിലീപ്. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് വന്നിട്ട് ഒരുപാട് വിശേഷങ്ങൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളൊരു വ്ളോഗാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണുക. ഒരു ഈവനിങ് ടു നൈറ്റ് റൂട്ടീനാണ് കേട്ടോ കാണിക്കുന്നത്. അപ്പം ഞാൻ വൈകുന്നേരം എനിക്ക് ഡോക്ടർക്ക് ഡെന്റിസ്റ്റിന് അപ്പോയിൻമെൻറ്റ് ഉണ്ടായിരുന്നു. എനിക്ക് എല്ലാവർക്കും അറിയാമല്ലോ, എനിക്ക് പല്ലുവേദനയായിട്ടിരിക്കുകയാണ് കുറേ അധികം ദിവസമായിട്ട്. ഇപ്പോൾ റൂട്ട് കനാൽ പ്രൊസീജിയറും ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ കുറേ ദിവസം നമ്മൾ വെയിറ്റ് ചെയ്ത് നോക്കി വേദന കുറയുമെന്ന് വിചാരിച്ചിട്ട് എനിക്ക് അവർ ക്ലോസ്ഡ് ആയിട്ടുള്ള ഡ്രസ്സിങ് ചെയ്യുമ്പോഴത്തേക്കും ഭയങ്കര പെയിനും ഓപ്പൺ ഡ്രസ്സിങ് ചെയ്യുന്ന സമയത്ത് വേദന കുറവുമായിട്ടാണ് വരുന്നത്. അപ്പോൾ സത്യത്തിൽ അതെന്താണെന്ന് അവർക്ക് മനസ്സിലാകുന്നില്ല എന്നുള്ളതാണ് ശരിക്കുള്ള കാര്യം. അപ്പോൾ എന്തായാലും ലാസ്റ്റ് ഞങ്ങളൊരു തീരുമാനം എടുത്തു, പല്ലെടുത്ത് കളയാമെന്ന്. അപ്പോൾ മിക്കവാറും ഈ വീഡിയോ വരുന്ന അന്നായിരിക്കും എൻ്റെ പല്ലെടുക്കുന്നത് കേട്ടോ. അങ്ങനെയാണെങ്കിൽ അടുത്ത വീഡിയോ വരാനായിട്ട് കുറച്ച് ലേറ്റ് ആവും. ഞാൻ ഇപ്പോഴേ പറഞ്ഞേക്കാം. അപ്പോൾ ഞാൻ തന്നെയായിരുന്നു ഡോക്ടറെ കാണാനായിട്ട് പോയത്. വീട്ടിൽ പാത്തും അമ്മയുണ്ട്, ദിനും ഓഫീസിൽ പോയേക്കാണ്. അതുകൊണ്ട് തന്നെ ഞാൻ ഒരു ഓട്ടോ വിളിച്ചിട്ടാണ് ഹോസ്പിറ്റലിലേക്ക് പോയിരുന്നത്. നമ്മൾ താമസിക്കുന്ന അപ്പാർട്ട്മെൻറ്റിൽ നിന്ന് ഏകദേശം ഒരു 2.5 കിലോമീറ്റർ അത്രേ ഉള്ളൂ, അത്ര അടുത്താണ് കേട്ടോ. അതുകൊണ്ട് തന്നെ എനിക്ക് തന്നെ പോയി വരാനായിട്ട് ഈസിയാണ്. ഡ്രസ് മാറ്റിയോ? എന്താ ഇവിടെ എല്ലാം നിരത്തി ഇട്ടേക്കുന്നേ? ഇത് ആരുടെ ഫോണാ? എന്ത് ചെയ്യാ? ആണോ? അമ്മ പോയപ്പോ അമ്മമ്മയുടെ ഫോൺ എടുത്തല്ലേ? അല്ലേടി കള്ളി? കണ്ടില്ലേ, ഞാൻ ആശുപത്രിയിൽ പോയിട്ട് വന്നപ്പോഴത്തേക്കും പാത്തുവാണെങ്കിൽ അമ്മയുടെ ഫോണൊക്കെ എടുത്തിട്ട് കളിയായിരുന്നു. എനിക്ക് ഹോസ്പിറ്റലായിരുന്ന സമയത്ത് വോയിസ് മെസ്സേജ് ഒക്കെ ഇടുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോഴേ എനിക്കറിയാവുന്ന അവളുടെ കയ്യിലാണ് ഫോണെന്ന്. അപ്പം അമ്മ വിളക്ക് കത്തിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ വന്ന് ഡ്രസ്സൊക്കെ മാറിയിട്ട് എന്നാൽ പ്രാർത്ഥിക്കാമെന്ന് വിചാരിച്ചപ്പോൾ എൻ്റെ ഒപ്പം വന്ന് ഞാനും പ്രാർത്ഥിക്കാൻ പോകാമെന്നും പറഞ്ഞ് നിൽക്കുകയാണ്. അത് കഴിഞ്ഞ് പിന്നെ ചായ കുടിക്കാനായിട്ടിരുന്നു. നമ്മൾ ചായ ഇട്ട് വെച്ചായിരുന്നു. അപ്പോൾ ചായ കുടിക്കുന്ന കൂട്ടത്തിൽ ഹോസ്പിറ്റലിലെ കാര്യങ്ങളും ഹോസ്പിറ്റലിൽ ഡോക്ടർ എന്തൊക്കെയാണ് പറഞ്ഞതെന്നൊക്കെ അമ്മയോട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്ന് ചായ കുടിക്കുകയാണ്. ഇനിയിപ്പോൾ കുറച്ച് കുക്കിംഗ് പരിപാടികളൊക്കെ ഉണ്ട്. ഇന്ന് എനിക്ക് വേദന കുറവാണ് കേട്ടോ, കാരണം അവർ ഓപ്പൺ ഡ്രസ്സിങ് ആണ് ഇപ്പോൾ ചെയ്തിരിക്കുന്നത്. അപ്പം ഇപ്പോൾ വരുമോ? അപ്പോൾ ഞാൻ ഇന്ന് ഹോസ്പിറ്റലിലേക്ക് പോകുന്നതിന് മുന്നേ ചിക്കൻ കറി വെച്ചിട്ടാട്ടോ പോയത്. ഇന്ന് നമുക്ക് രാത്രിയിൽ സ്പെഷ്യലായിട്ട് ചിക്കൻ കറിയും പിടിയാണ്. അപ്പോൾ പിടിയുടെ റെസിപ്പി ഞാൻ ഇതിന് മുന്നേ ഷെയർ ചെയ്തിട്ടുള്ളതാണ്. പക്ഷേ ഈ ഒരു ചിക്കൻ കറിയുടെ റെസിപ്പി ഞാൻ ഇന്ന് നിങ്ങൾക്കായിട്ട് ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കിയതെന്ന് ഞാൻ പറയാം. അതിനായിട്ട് 1 കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട്. നന്നായിട്ട് വിനീഗറും ഉപ്പും ഒക്കെ ഇട്ട് വാഷ് ചെയ്ത് ഡ്രെയിൻ ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കനാണ് കേട്ടോ. എപ്പോഴും ചിക്കൻ എടുക്കുമ്പോൾ നന്നായിട്ട് കഴുകി എടുക്കാനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കണം, അതിൻ്റെ ബ്ലഡൊന്നും ഇല്ലാതെ. പിന്നെ എന്നിട്ട് ഇത് മാരിനേറ്റ് ചെയ്യാനായിട്ട് ഞാൻ അതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും 1 ടീസ്പൂൺ മല്ലിപ്പൊടിയും അതിൻ്റെ കൂട്ടത്തിൽ 1 ടീസ്പൂൺ നമ്മൾ ചിക്കൻ മസാലയും അതുപോലെ 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, ആവശ്യത്തിന് ഉപ്പ്, അതിൻ്റെ കൂടെ ഞാൻ കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുകൂടാതെ തന്നെ 1 ടീസ്പൂണോളം വെളിച്ചെണ്ണയും കൂടെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഇതൊന്ന് നമുക്ക് മിക്സ് ചെയ്ത് മാരിനേറ്റ് ചെയ്ത് വെക്കണം. ഏകദേശം ഒരു അരമണിക്കൂറെങ്കിലും നമുക്കിതിങ്ങനെ വെക്കാം. ഇതിങ്ങനെ ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെച്ചതിന് ശേഷം വേണം നമുക്ക് ചിക്കൻ കറിക്ക് വേണ്ടിയിട്ടുള്ള സവോളയൊക്കെ ഒന്ന് വഴറ്റിയെടുക്കാനായിട്ട്. ആ സമയം കൊണ്ട് അത് അവിടെ നിന്ന് മസാലയൊക്കെ പിടിച്ച് സെറ്റാകും. അപ്പം ഞാൻ ഉരുളി വെച്ചിട്ടുണ്ട്. ഉരുളി വെച്ചിട്ട് അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുകയാണ് കേട്ടോ. എണ്ണ ചൂടായി വരുമ്പം ഒരു 4 മീഡിയം സൈസിലുള്ള സവോള അരിഞ്ഞതിട്ട് കൊടുക്കുക. അപ്പോൾ അമ്മയെല്ലാം അരിഞ്ഞും
ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തൊക്കെ തന്നിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ എനിക്ക് എളുപ്പത്തിൽ കുക്ക് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ സവോളയൊക്കെ ഒന്ന് വഴറ്റിയെടുക്കുകയാണ്. അപ്പോൾ സവോള പെട്ടെന്ന് വഴണ്ട് വരാൻ വേണ്ടിയിട്ട് അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. അപ്പോൾ ഉപ്പിടുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കണം, നമ്മൾ ചിക്കന് മാരിനേറ്റ് ചെയ്യുന്ന സമയത്ത് കുറച്ച് ഉപ്പിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതനുസരിച്ച് വേണം ഇപ്പോൾ ഉപ്പിട്ട് കൊടുക്കാനായിട്ട്. ഇനി കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഞാൻ 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പം ചെറുതായിട്ട് കൊത്തി അരിഞ്ഞതാണെങ്കിൽ അങ്ങനെയാണെങ്കിലും നിങ്ങൾ ഇട്ട് കൊടുത്താൽ മതിയായിരിക്കും. എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അത് കൂടാതെ തന്നെ ഇതിലേക്ക് പച്ചമുളകും കൂടി ഇട്ട് കൊടുക്കാം. അപ്പോൾ പച്ചമുളക് എരിവിന് ആവശ്യത്തിന് നിങ്ങൾ എടുക്കുക, 1-2 എടുക്കാം. ഞാനിപ്പം നല്ല എരിവുള്ള പച്ചമുളക് ആയതുകൊണ്ട് 1 ഇട്ടിട്ടുള്ളൂ കേട്ടോ. എന്നിട്ട് അത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഇതെല്ലാം നന്നായിട്ട് വഴണ്ട് ഒരു ബ്രൗൺ കളർ ഷെയ്ഡിലേക്ക് എത്തുന്നിടം വരെ നമുക്കൊന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ ഈ ഒരു ഉരുളി എവിടെ നിന്നാണ് വാങ്ങിയെന്ന് ഒരുപാട് പേര് ചോദിക്കാറുണ്ട്. ഇത് ആമസോണിൽ നിന്ന് വാങ്ങിയതാണ് കേട്ടോ. അപ്പം നന്നായിട്ട് ഇങ്ങനെ വാടി വന്ന് കളറൊക്കെ മാറിക്കഴിയുമ്പോൾ അതിലേക്ക് വേണ്ട പൊടികൾ ചേർത്ത് കൊടുക്കാം. ഞാൻ 2 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും 2 ടീസ്പൂൺ മല്ലിപ്പൊടിയും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/4 ടീസ്പൂണോളം പെരുംജീരകവും കൂടെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് പൊടികളുടെ പച്ചമണം മാറുന്നിടം വരെ ഒന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ ഞാൻ സവോള 2 സൈഡിലേക്ക് ആക്കിയതിന് ശേഷം നടുക്കാണ് കേട്ടോ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ പൊടികളുടെ പച്ചമണമൊക്കെ മാറി വന്ന് കഴിയുമ്പോഴത്തേക്ക് അതിലേക്ക് നന്നായിട്ട് പഴുത്ത ഒരു തക്കാളി അരിഞ്ഞിട്ട് ഇട്ട് കൊടുക്കുക. ഇനി തക്കാളിയൊക്കെ വെന്തുടഞ്ഞ് വരണം. അപ്പം ഇങ്ങനെ അടുക്കി പിടിക്കുന്ന പാത്രങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ കുറച്ച് വെള്ളം കൂടെ ചൂടാക്കിയ കുറച്ച് വെള്ളം കൂടെ അതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് മൂടി വെച്ചിട്ട് തക്കാളി വേവുന്നിടം വരെ നമുക്കൊന്ന് വേവിക്കാം. അപ്പോൾ ഇപ്പോൾ തക്കാളിയൊക്കെ നന്നായിട്ട് വെന്തുടഞ്ഞ് വന്നിട്ടുണ്ട്. ഈ ഒരു പരുവത്തിന് ഉടഞ്ഞ് വന്ന് കഴിയുമ്പോഴത്തേക്ക് നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന ചിക്കൻ പീസസ് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇങ്ങനെ മിക്സ് ചെയ്യുന്ന സമയത്ത് ഞാൻ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് ഒരു 2-3 മിനിറ്റ് ഇങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കും. കാരണം ചിക്കനിലാണെങ്കിലും നമ്മൾ പൊടികളും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ഒക്കെ ചേർത്തായതുകൊണ്ട് അതിൻ്റെ ആ ഒരു പച്ച ടേസ്റ്റ് മാറാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. എന്നിട്ട് നമുക്കിത് മൂടി വെച്ച് ഒരു 3-4 മിനിറ്റ് കുക്ക് ചെയ്യണം. അങ്ങനെ കുക്ക് ചെയ്യുമ്പം നിങ്ങൾ ഇടയ്ക്ക് തുറന്നിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കണം. അപ്പോൾ അതിൽ നിന്നുള്ള വെള്ളം തന്നെ ഇങ്ങനെ ഇറങ്ങി വരും കേട്ടോ. അപ്പോൾ അതിൽ നിന്ന് നല്ലപോലെ വെള്ളം ഇറങ്ങി വരുന്നിടം വരെ നിങ്ങളൊന്ന് ഇളക്കി കൊടുത്ത് മൂടി വയ്ക്കാം. എന്നിട്ട് നമ്മളിതിലേക്ക് തേങ്ങാപ്പാൽ ഒഴിച്ചാണ് ഇത് വേവിക്കുന്നത് കേട്ടോ, ഈ ചിക്കൻ വേവിക്കുന്നത്. അതിനായിട്ട് ഞാൻ 1 കപ്പ് തേങ്ങാപ്പാൽ എടുത്തിട്ടുണ്ടായിരുന്നു. അതും നമ്മൾ നല്ല തേങ്ങാപ്പാലുണ്ടല്ലോ, ഫസ്റ്റ് പാൽ, അതാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ അതും കൂടെ ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുകയാണ്. അപ്പോൾ ഒരു അരമുറി, ചെറിയ തേങ്ങയുടെ ഒരു അരമുറി തേങ്ങാപ്പാൽ എടുത്തതാണ്. ഇനിയിപ്പോൾ ഇത് നമുക്കത് മൂടി വെച്ച് വേവിക്കാം. സൂപ്പർ, ക്ലാപ്പ് ചെയ്ത്. പാത്തു ഉറങ്ങിയോ? പനിയൊക്കെ പോയോ? പോയോ? അപ്പോൾ ഞാൻ ചിക്കൻ ഉണ്ടാക്കാൻ തുടങ്ങിയപ്പോൾ പാത്തു ഉറങ്ങുമായിരുന്നു കേട്ടോ. ഇപ്പോൾ എണീറ്റതാണ് ആള്. ഇപ്പോൾ നമ്മുടെ ചിക്കനൊക്കെ ഏകദേശം വെന്ത് വന്നപ്പോഴത്തേക്കും അതിലേക്ക് ഞാൻ ഒരു 1/4 ടീസ്പൂണോളം കുരുമുളക് പൊടിയും അതുപോലെ ടേസ്റ്റ് നോക്കിയപ്പോൾ ഉപ്പ് കുറവായിട്ട് തോന്നിയപ്പോൾ കുറച്ചും കൂടി ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് എത്രമാത്രം ഗ്രേവി വേണോ അതനുസരിച്ചിട്ട് വേണം കേട്ടോ നിങ്ങൾ തേങ്ങാപ്പാൽ ഒഴിക്കാനായിട്ട്. അപ്പം നമ്മുടെ ചിക്കനൊക്കെ നന്നായിട്ട് കുക്കായി വന്ന് ടേസ്റ്റൊക്കെ നോക്കിയപ്പോൾ എല്ലാം പാകത്തിനാണ്. അപ്പം ഞാനതിങ്ങനെ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് അടച്ചു വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിലേക്ക് നമ്മൾ കുറച്ച് ഉള്ളി കാച്ചി ഒഴിക്കാനായിട്ട് പോകണം. കൊച്ചുള്ളിയും അതുപോലെ തന്നെ കറിവേപ്പിലയും കൂടെ നമ്മൾ വെളിച്ചെണ്ണയ്ക്കകത്തൊന്ന് ഫ്രൈ ചെയ്തിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. ഒരു 4-5 കൊച്ചുള്ളി ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് നമുക്ക് ചിക്കനിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഇനിയിപ്പോൾ അടച്ച് വയ്ക്കാം. എന്നിട്ട് നമ്മൾ സെർവ് ചെയ്യുന്ന ടൈം ആകുമ്പോഴത്തേക്കും ഓപ്പൺ ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട്. അങ്ങനെ ചിക്കൻ കറി വെച്ചതിന് ശേഷമായിരുന്നു ഞാൻ ഡോക്ടറെ കാണാൻ പോയിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ പിന്നെ തിരിച്ച് വന്നതിന് ശേഷം ഇനിയിപ്പോൾ ഞാൻ പിടി ഉണ്ടാക്കാനായിട്ട് തുടങ്ങുകയാണ്. അപ്പം പിടി ഉണ്ടാക്കുന്ന റെസിപ്പി ഞാൻ ഇതിന് മുന്നേ പറഞ്ഞിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ എൻ്റെ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം. ചെറിയൊരു വ്യത്യാസമുണ്ട്, അത് ഞാൻ ഈ കൂട്ടത്തിൽ തന്നെ പറഞ്ഞു പോകാം. 2 രീതിയിലാണ് ഞാൻ വെക്കാറ്. അപ്പം നമ്മൾ വെള്ളം ആവശ്യത്തിന് ഒഴിച്ചിട്ട് അതിലേക്ക് കുറച്ച് ജീരകവും തേങ്ങയും കൂടി ഇട്ട് നന്നായിട്ട് തിളച്ച് വരുമ്പോൾ നമ്മൾ ആവശ്യത്തിന് പൊടി ഇട്ടിട്ട് ഇങ്ങനെ കുഴച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ അതിൽ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഇങ്ങനെ കുഴയ്ക്കുമ്പോഴത്തേക്കും നമ്മുടെ മാവ് നന്നായിട്ട് വേവുകയും ചെയ്യും, സോഫ്റ്റായിട്ട് കിട്ടുകയും ചെയ്യും.
അങ്ങനെ അത് അടച്ചു വെച്ചതിന് ശേഷം ചൂടാറി കഴിയുമ്പോൾ നന്നായിട്ടൊന്ന് കുഴച്ചിട്ട് പിന്നെ നമ്മളിത് ഉണ്ട പിടിക്കുകയാണ്. ചെറിയ ചെറിയ ഉരുളകളാക്കി എടുക്കണം. ആ സമയത്ത് നമുക്ക് വീട്ടിലുള്ള എല്ലാവരോടും ഉരുട്ടി തരാനായിട്ട് ഹെൽപ്പ് ചോദിക്കാവുന്നതാണ്. എന്നെങ്കിൽ മാത്രമേ പെട്ടെന്ന് ഉരുട്ടി എടുക്കാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ ഇപ്പം ഞാൻ പിടി ഉണ്ടാക്കുന്നതിൻ്റെ മെയിൻ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമ്മ പൊതുവേ ആഹാരപ്രിയൊന്നും അല്ല, പക്ഷേ ചില സാധനങ്ങൾ മാത്രം അമ്മയ്ക്ക് ഇഷ്ടമാണ്. അപ്പോൾ അമ്മയ്ക്ക് പിടി ഇഷ്ടമാണ്. നമ്മൾ പുറത്തുനിന്ന് ഫുഡ് മേടിച്ച് കൊടുത്താലോ അങ്ങനെയൊന്നും അമ്മയ്ക്ക് കഴിക്കാനായിട്ട് ഇഷ്ടമല്ല. അപ്പോൾ അമ്മയ്ക്ക് ഇഷ്ടമുള്ള പിടി എന്നാൽ ഉണ്ടാക്കി കൊടുക്കാമെന്ന് വിചാരിച്ചു. എപ്പോഴും നമ്മുടെ അടുത്ത് വന്ന് നിൽക്കുമ്പോഴാണെങ്കിലും നമ്മൾ വീട്ടിൽ ചെല്ലുമ്പോഴൊക്കെ ആണെങ്കിലും അമ്മമാരുണ്ടാക്കിയല്ലേ നമുക്ക് ഫുഡ് തരാറ്. അപ്പോൾ അമ്മയ്ക്ക് ഇഷ്ടമുള്ള പിടിയും ചിക്കനും ഉണ്ടാക്കി കൊടുക്കാമെന്ന് വിചാരിച്ചു. ചിക്കൻ അത്ര വലിയ താല്പര്യമൊന്നുമില്ല, പക്ഷേ പിടി അമ്മയ്ക്ക് ഇഷ്ടമാണ്. അപ്പോൾ അങ്ങനെ അമ്മയ്ക്ക് ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇപ്പോൾ പിടി ഉണ്ടാക്കുന്നത്. അപ്പോൾ എപ്പോഴും നമ്മളങ്ങനെ നമുക്ക് മാത്രം ചെയ്താൽ പറ്റില്ല, നമ്മൾ തിരിച്ചും നമ്മുടെ പേരൻസിന് ചെയ്ത് കൊടുക്കുമ്പോൾ അവർക്കും ഒരു സന്തോഷമല്ലേ. ഞാൻ എപ്പോഴും വിചാരിക്കും വീട്ടിൽ ചെന്നാലും അമ്മ തന്നെ വെച്ച് തരുമ്പോൾ നമ്മളിരുന്ന് കഴിക്കും, അങ്ങനെ ഒരു രീതിയല്ല. ഇവിടെ വന്നാലും അതെ, അമ്മയോട് അമ്മ അതുണ്ടാക്കിത്താ ഇതുണ്ടാക്കിത്താന്ന് പറയും. അപ്പോൾ അതുകൊണ്ട് തന്നെ അന്ന് അമ്മയ്ക്ക് ഞാൻ ഉണ്ടാക്കി കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഇപ്പോൾ പിടി ഉണ്ടാക്കുന്നത്. അപ്പോൾ എല്ലാവരും ഉരുട്ടി കഴിഞ്ഞിട്ടുണ്ട്. പാത്തു ഉരുട്ടുന്നുണ്ടായിരുന്നു കേട്ടോ, നിങ്ങൾ കണ്ടല്ലോ. അങ്ങനെ ഉരുട്ടിയ ആ ഒരു ഉണ്ടകൾ ഞാനിപ്പം തേങ്ങാപ്പാലിലേക്ക് തന്നെ ഇട്ടാണ് വേവിക്കുന്നത്. അതേസമയം ഞാൻ റെസിപ്പി കാണിക്കുമ്പോൾ അതിൽ ഞാൻ നമ്മുടെ സ്റ്റീമറിൽ വെച്ച് വേവിച്ചതിന് ശേഷം തേങ്ങാപ്പാലിലിട്ട് കുക്ക് ചെയ്യുന്ന കേട്ടോ കാണിക്കുന്നത്. അങ്ങനെ രണ്ട് രീതിയിലും നമുക്ക് ഉണ്ടാക്കാം. ഇതാകുമ്പോൾ ഒന്നുകൂടി ഈസിയാണ്, മറ്റേതാകുമ്പോൾ കുറച്ച് സമയം കൂടി എടുക്കുമെന്ന് മാത്രമേ ഉള്ളൂ. ഏതാണെങ്കിലും പിടി നല്ല ടേസ്റ്റാണ് കേട്ടോ. എങ്ങനെ ഉണ്ടാക്കിയാലും അടിപൊളിയാണ്. പ്രത്യേകിച്ച് കുട്ടികൾക്കൊക്കെ നമുക്ക് കൊടുക്കാൻ പറ്റും. അവർക്ക് സ്കൂളിലേക്കാണെങ്കിലും കൊടുത്തയക്കാൻ പറ്റുന്ന ഒരു സാധനമാണ് കേട്ടോ രാവിലെയൊക്കെ. ഇവിടെ പിന്നെ നമുക്ക് 3 പേർക്കും, ദിനുവിനും പാത്തുവിനും എനിക്കും ഭയങ്കര ഇഷ്ടമാണ് പിടിയും ചിക്കനും. പ്രത്യേകിച്ച് ദിനുവിൻ്റെ ഏറ്റവും ഫേവറേറ്റ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദിനു പിടിയും ചിക്കനേ പറയുള്ളൂ. അപ്പം ഇടയ്ക്ക് മാസത്തിലൊന്നെങ്കിലും നമ്മൾ പിടി ഉണ്ടാക്കാറുണ്ട്. പക്ഷേ ഇപ്പോൾ കുറേ ആയിരുന്നു ഉണ്ടാക്കിയിട്ട്. അപ്പോൾ എന്തായാലും അമ്മയും കൂടെ ഉണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഉണ്ടാക്കുവാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ബാൽക്കണിയിൽ നിന്നുള്ള നൈറ്റ് വ്യൂ കേട്ടോ. എപ്പോഴും നമ്മൾ രാവിലത്തെ ആ ഒരു വ്യൂ അല്ലേ കാണിക്കാറ്. അപ്പോൾ രാത്രിയിൽ ഇങ്ങനെയാണ് നമ്മുടെ ബാൽക്കണിയിലെ നൈറ്റ് വ്യൂ വരുന്നത്. അങ്ങനെ നമ്മുടെ പിടിയൊക്കെ റെഡി ആയിട്ടുണ്ട്. ഈ ഒരു കൺസിസ്റ്റൻസിയിൽ എത്തണം കേട്ടോ. ഇതാണ് കറക്റ്റ് കൺസിസ്റ്റൻസി എന്ന് പറയുന്നത്. ഇനിയിപ്പോൾ ഞാൻ കഴിക്കാനായിട്ട് ഇതെല്ലാം സെർവ് ചെയ്ത് വെക്കാനായിട്ട് പോകാട്ടോ. അതിനും ഓഫീസിൽ നിന്ന് വന്ന് കുളിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും കൂടെ ഒന്നിച്ചിരുന്ന് കഴിക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് പിടിയും ചിക്കൻ കറിയും കൂടെ അങ്ങ് എടുത്ത് വെക്കുകയാണ്. അപ്പോൾ ചിക്കൻ കറി ആണെങ്കിലും ഇരുന്ന് ഒന്ന് നല്ല ടേസ്റ്റായി വന്നിട്ടുണ്ട്. അപ്പോൾ ചിക്കൻ കറി ഞാൻ സെർവ് ചെയ്ത് വെക്കുകയാണ് കേട്ടോ. അപ്പോൾ എന്തായാലും മസ്റ്റായിട്ട് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കേണ്ട ഒരു റെസിപ്പിയാണ്. നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. ആ ഒരു എരിവും ചെറിയൊരു മധുരവും എല്ലാം കൂടെ ആകുമ്പോഴത്തേക്കും നല്ലതാണ് കേട്ടോ. പാത്തു എന്താ കഴിക്കുന്നേ? എന്താ കഴിക്കുന്നേ? പിടിയാ? ഇഷ്ടപ്പെട്ടോ? യമ്മിയാ? ചിക്കൻ വേണോ? പാത്തു ഇത്ര ഇഷ്ടത്തോടെ ഇത് കഴിക്കുന്ന കാണുമ്പോൾ നിങ്ങൾക്ക് ഊഹിക്കാൻ പറ്റും ഇതിൻ്റെ ടേസ്റ്റ് എത്രത്തോളം ഉണ്ടെന്ന്. അപ്പോൾ ഇതിൻ്റെ റെസിപ്പി നിങ്ങൾ എന്തായാലും ചെക്ക് ചെയ്ത് നോക്കണം. ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. എന്നിട്ട് ഇതുവരെ പിടിയും ചിക്കനും കഴിക്കാത്തവരാണെങ്കിൽ എന്തായാലും ഉണ്ടാക്കി കഴിച്ച് നോക്കണം. കുട്ടികൾക്കാണെങ്കിലും ഉണ്ടാക്കി കൊടുക്കണം. വീട്ടിലെല്ലാവർക്കും ഇഷ്ടപ്പെടും. അങ്ങനെ ഞാൻ ചിക്കൻ കറിയും പിടിയൊക്കെ സെർവ് ചെയ്ത് എടുക്കുകയാണ് കേട്ടോ എല്ലാവർക്കും. അപ്പോൾ ദിനുവിന് എടുത്തിട്ടുണ്ട്, പാത്തു ഇരുന്ന് കഴിക്കുന്നുണ്ട്, അമ്മയും കഴിക്കാനായിട്ട് ഇരുന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ദിനു ആണെങ്കിലും കഴിക്കാനായിട്ട് തുടങ്ങണം. ഞാൻ പറഞ്ഞില്ലേ ഇപ്പോൾ കുറേ നാളായി നമ്മൾ പിടി കഴിച്ചിട്ട്, അതുകൊണ്ട് തന്നെ കുറച്ചുകൂടെ ടേസ്റ്റ് കൂടിയതായിട്ട് തോന്നി. ദിനുവിൻ്റെ എക്സ്പ്രഷൻ കാണുമ്പോഴും നിങ്ങൾക്ക് അറിയാമല്ലോ, ഞങ്ങൾക്ക് എല്ലാവർക്കും ഫേവറേറ്റ് ആണ്. പിന്നെ നമ്മൾ ഫുഡൊക്കെ ഉണ്ടാക്കി വെച്ചാൽ മാത്രം പോരാ, മാക്സിമം കിട്ടുന്ന സമയങ്ങളിൽ എല്ലാവരും കൂടെ ഉള്ള ടൈമിൽ നമ്മളെല്ലാവരും കൂടെ ഒന്നിച്ചിരുന്ന് ഫുഡ് കഴിക്കാനായിട്ട് ശ്രദ്ധിക്കണം. ഒരു വീട്ടിലെ ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് അത് തന്നെയാണ്. എല്ലാവരും കൂടെ ഒന്നിച്ച് ഇരുന്ന് ഫുഡ് കഴിക്കുമ്പോൾ നമുക്ക് തന്നെ ഒരു എന്താ പറയുക, ഒരു പ്രത്യേക സന്തോഷം തോന്നും. അങ്ങനെ പാത്തു കഴിക്കുമ്പോൾ ഓരോന്നൊക്കെ ഇങ്ങനെ പറയുന്നതൊക്കെ കേട്ടിരുന്ന് ഞങ്ങൾ കഴിക്കുകയായിരുന്നു. അങ്ങനെ എല്ലാവർക്കും പിടിയും ചിക്കൻ കറിയൊക്കെ ഇഷ്ടപ്പെട്ടു. കഴിച്ചതിന് ശേഷം അമ്മ പാത്രങ്ങളൊക്കെ കഴുകി വെച്ചു. ഞാൻ ആ സമയം കൊണ്ട് ഹാളും അതുപോലെ കിച്ചണും ഒക്കെ ഒന്ന് ക്ലീൻ ചെയ്തു. അങ്ങനെ രാത്രി ഞാൻ എല്ലാം ക്ലീൻ ചെയ്തിട്ടേ കിടക്കാറുള്ളൂ. എന്നാൽ മാത്രമേ രാവിലെ എണീറ്റ് വരുമ്പോഴത്തേക്കും നമുക്ക് അടുക്കളയിൽ കയറിയാണെങ്കിലും വീട്ടിലാണെങ്കിലും ഓരോ ജോലികളൊക്കെ ഒന്നും ചെയ്യാനായിട്ട് മടി തോന്നാതിരിക്കത്തുള്ളൂ. അതുകൊണ്ട് തന്നെ ഫുള്ള് ക്ലീൻ ആക്കിയതിന് ശേഷമേ കിടക്കാറുള്ളൂ. എന്നെങ്കിൽ രാവിലെ എണീറ്റ് വരുമ്പോൾ നമുക്ക് നല്ലൊരു ഫ്രഷ്നെസ് ഫീൽ ചെയ്യും. അപ്പോൾ ഇതൊക്കെയായിരുന്നു നമ്മുടെ ഇന്നത്തെ വീഡിയോയിലെ വിശേഷങ്ങൾ. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജും കൂടെ ഒന്ന് ഫോളോ ചെയ്യുക. അപ്പോൾ പുതിയൊരു നല്ല വീഡിയോയുമായിട്ട് ഉടനെ വരുന്നതായിരിക്കും. അതുവരേക്കും എല്ലാവർക്കും നന്ദി, നമസ്കാരം.